താനൂർ സാംസ്കാരിക നിലയം നവീകരണം എന്ന മനസ്സിലെ അതിയായ ആശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു മണിക്കൂർ മുമ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ബഹുമാനപ്പെട്ട താനൂർ നഗരസഭ ചെയർമാൻ റഷീദ് മൗര്യ. പദവിയിലെത്തി 17 മാസം കൊണ്ട് തൻ്റെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. താനൂർ മുനിസിപ്പാലിറ്റി നവീകരണം പൂർത്തിയാക്കിയ പി. സീതി ഹാജി സാംസ്കാരിക നിലയം ഹാൾ ഇന്ന് രാവിലെ 11 മണിക്ക് നാടിന് സമർപ്പിച്ചു. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന ശീതീകരിച്ച ഹാളാണ് നഗരസഭ നിർമ്മിക്കുന്നത്. നഗരസഭയുടെ നടപ്പ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്വപ്ന പദ്ധതി നാടിന് സമർപ്പിച്ചത്. വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ ശോചനീയാവസ്ഥയിലായിരുന്ന സാംസ്കാരിക നിലയമാണ് ഇപ്പോൾ നഗരസഭ മനോഹരമാക്കി നവീകരിച്ചിരിക്കുന്നത്. കെ. കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് താനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് 1989 ജൂലൈ 8-ന് താനൂർ MLA ഇ. അഹമ്മദ് സാഹിബിൻ്റെ അധ്യക്ഷതയിൽ താനൂർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി VJ തങ്കപ്പനാണ് സാംസ്കാരിക നിലയം ഉദ്ഘാടനം ചെയ്തത്. താനൂർ MLA ആയിരുന്ന പി. സീതി ഹാജി മരണപ്പെട്ടതിനെ തുടർന്ന് സാംസ്കാരിക നിലയം അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായി അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാക്കുകയായിരുന്നു. മുൻ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ, പൗരപ്രമുഖർ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ താനൂരിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ഫസലുൽ ഹക്ക്, നൂറുൽ മദനി, മുഹമ്മദ് സുൽത്താൻ എന്നീ പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു.